ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ. അതിന് ഞാൻ 2 കിലോ നെല്ലിക്ക ഇവിടെ കഴുകി വൃത്തിയാക്കി ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഉപ്പിട്ട് ആവി കയറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് അച്ചാർ പൊടി ഇട്ട് ഇതാക്കാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്, നല്ലെണ്ണ ഉണ്ട്, കായപ്പൊടി ഉണ്ട്, ഉലുവ വറുത്ത് പൊടിച്ചതുണ്ട്, വിനാഗിരി ഉണ്ട്, ഒരു 3-4 കാന്താരിമുളകും ഉണ്ട്. നമുക്കൊരു ഉരുളി അടപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാനിവിടെ നല്ലെണ്ണയാട്ടോ ഒഴിച്ചിരിക്കുന്നേ. അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി കുറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഒരു ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, അധികം മൂക്കണ്ട. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കാന്താരി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് എടുത്തത് വെച്ചേക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം 2 സ്പൂണും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടിയും കൂടെ കൂടിയതാണ്. 1.5 സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കായപ്പൊടി ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നെല്ലിക്കയ്ക്ക് ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നെല്ലിക്കയ്ക്ക് വേണ്ടിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് വെക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് ഈ വാട്ടി വെച്ചിരിക്കുന്ന നെല്ലിക്ക വറുത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ നെല്ലിക്ക അച്ചാർ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് ചോറും നെല്ലിക്ക അച്ചാറും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.